തുഗ്ലക് ഡൈനാസ്റ്റി. തുഗ്ലക് ഡൈനാസ്റ്റി. അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്ന മൂന്നാമത്തെ ഡൈനാസ്റ്റിയാണ് തുഗ്ലക് ഡൈനാസ്റ്റി. ഈ ഡൽഹി സുൽത്താനേറ്റ് ഭരിച്ച ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച ഡൈനാസ്റ്റിയാണ് തുഗ്ലക് ഡൈനാസ്റ്റി. ഡൽഹി സുൽത്താനേറ്റിലെ ഏറ്റവും കൂടുതൽ കാലം ഭരിക്കുന്ന ഡൈനാസ്റ്റിയാണ് തുഗ്ലക് ഡൈനാസ്റ്റി. നിങ്ങൾക്ക് കാലഘട്ടം അറിയാം, 1320 മുതൽ 1414 വരെ. 1414 വരെ. ഫസ്റ്റ് റൂളറാണ് ഫൗണ്ടറും ഫസ്റ്റ് റൂളറും ആരാണ്? ഫൗണ്ടറും ഫസ്റ്റ് റൂളറുമാണ് ഗിയാസുദ്ദീൻ തുഗ്ലക്. ഗിയാസുദ്ദീൻ തുഗ്ലക്. ഗിയാസുദ്ദീൻ തുഗ്ലക് ഫൗണ്ടറും ഫസ്റ്റ് റൂളറും ആരാണ്? ഗിയാസുദ്ദീൻ തുഗ്ലക്. ഗിയാസുദ്ദീൻ തുഗ്ലക് കിൽഡ് ഖുസ്രു ഖാൻ. ഗിയാസുദ്ദീൻ തുഗ്ലക് കിൽഡ് ഖുസ്രു ഖാൻ. ഖുസ്രു ഖാൻ അങ്ങനെയാണ് അധികാരത്തിൽ വരുന്നത്. അങ്ങനെ ഇവിടെ തുഗ്ലക് ഡൈനാസ്റ്റി സ്ഥാപിക്കുകയാണ്. അതുപോലെ ഏറ്റവും കൂടുതൽ കാലം ഡൽഹി ഭരിച്ചത്, അത് നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. ആരാണ്? ഏത് ഡൈനാസ്റ്റിയാണ്? തുഗ്ലക് ഡൈനാസ്റ്റിയാണ്. ആദ്യമേ പറഞ്ഞിട്ടുള്ളതാണ്. ഏറ്റവും കൂടുതൽ കാലം, അതൊന്ന് അറിഞ്ഞിരിക്കണം, ചോദിക്കും. ഈ ഗിയാസുദ്ദീൻ തുഗ്ലക്കിന്റെ ഒറിജിനൽ നെയിമാണ് ഗാസി മാലിക്. ഗാസി മാലിക്. ഖാസി മാലിക് ഒറിജിനൽ നെയിമാണ്. റിയൽ നെയിമാണ് എന്ത്? ഖാസി മാലിക്. ഖാസി മാലിക്. ഓക്കെ, ഖാസി മാലിക്. ഖാസി മാലിക്. നോക്കിക്കൊള്ളേ, ഇയാള് ഈ ഗിയാസുദ്ദീൻ തുഗ്ലക്ക് വാറങ്കൽ എന്ന പ്ലേസിന്, വാറങ്കൽ സ്ഥലത്തിന്റെ പേരെന്താ? വാറങ്കൽ. വാറങ്കൽ എന്ന പ്ലേസിനെ സുൽത്താൻപൂർ എന്ന് പേര് മാറ്റി. ഹി ചേഞ്ച്ഡ് ദ നെയിം ഓഫ് വാറങ്കൽ. വാറങ്കൽ. വാറങ്കൽ എന്ന പ്ലേസിനെ എന്ത് പേരാക്കി മാറ്റി? സുൽത്താൻപൂർ. സുൽത്താൻപൂർ. അപ്പൊ ഞാൻ ഇത് ചോദ്യം എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. സുൽത്താൻപൂർ. ഓക്കെ, നോക്കിക്കൊള്ളേ, ചോദ്യം വരിക ഈ സുൽത്താൻപൂറിന്റെ ആക്ച്വൽ നെയിം എന്തായിരുന്നു എന്നായിരിക്കും ചോദ്യം വരിക. വാറങ്കൽ. വാറങ്കൽ എന്ന പ്ലേസിനെ സുൽത്താൻപൂർന്ന് പേര് മാറ്റിയത് ആരാണ്? ഗിയാസുദ്ദീൻ തുഗ്ലക് ആണ്. ഗിയാസുദ്ദീൻ തുഗ്ലക്. ഈ ഗിയാസുദ്ദീൻ തുഗ്ലക് കൺസ്ട്രക്ട് ചെയ്ത ടൗൺ ആണ് തുഗ്ലക്കാബാദ്. 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 ഗിയാസുദ്ദീൻ തുഗ്ലക് തുഗ്ലക്കാബാദ് ടൗൺ അല്ലെങ്കിൽ സിറ്റി വാസ് കൺസ്ട്രക്റ്റഡ് ബൈ ആര്? ഗിയാസുദ്ദീൻ തുഗ്ലക് ആണ്. ഗിയാസുദ്ദീൻ തുഗ്ലക് ആണ്. അതുപോലെ തന്നെ തുഗ്ലക്കാബാദ് ഫോർട്ട് കൺസ്ട്രക്ട് ചെയ്തത് ഇയാൾ തന്നെയാണ്. തുഗ്ലക്കാബാദ് സിറ്റിയും തുഗ്ലക്കാബാദ് ഫോർട്ടും. തുഗ്ലക്കാബാദ് ഫോർട്ട് തുഗ്ലക്കാബാദ് സിറ്റിയും ഫോർട്ടും കൺസ്ട്രക്ട് ചെയ്തത് ആരാണ്? ഗിയാസുദ്ദീൻ തുഗ്ലക് ആണ്. ഗിയാസുദ്ദീൻ തുഗ്ലക് ആണ്. ഈ ഗിയാസുദ്ദീൻ തുഗ്ലക്കിന്റെ ടോംബ് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ഈ ഫോർട്ടിനകത്താണ്. ഈ ഫോർട്ടിനകത്താണ് ഈ ഗിയാസുദ്ദീൻ തുഗ്ലക്കിന്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത്, ടോംബ്. ഓക്കെ, എവിടെയാണ്? തുഗ്ലക്കാബാദ് ഫോർട്ടിലാണ്. ശ്രദ്ധിച്ചോളണേ, ഈ തുഗ്ലക്കാബാദ് ഫോർട്ട് ഡൽഹിയിലാണ്. എവിടെയാണ്? ഡൽഹിയിലാണ്. നോക്കണേ, ഈ തുഗ്ലക് നാമ എഴുതിയത് ആരാണ്? ഞാൻ നേരത്തെ പറഞ്ഞു, അമീർ ഖുസ്രു ആണ് കേട്ടോ. അമീർ ഖുസ്രു. അത് ഈ ഗിയാസുദ്ദീൻ തുഗ്ലക്കുമായി ബന്ധപ്പെട്ടതാണ്. തുഗ്ലക് നാമ ഈസ് റിലേറ്റഡ് ടു ഗിയാസുദ്ദീൻ തുഗ്ലക് ആണ്. റിലേറ്റഡ് ടു ഗിയാസുദ്ദീൻ തുഗ്ലക്.
തുഗ്ലക്ക്. തുഗ്ലക്ക്. ഇത് ഇവിടെ പറയാൻ കാരണം വെച്ചാലേ വേണമെങ്കിൽ ചോദിച്ചിട്ട് ഓപ്ഷനിൽ 3 തുഗ്ലക്കിന്റെ പേര് തരാം. അപ്പൊ കൺഫ്യൂഷൻ ആയി പോകും. അതുകൊണ്ടാണ് അറിയാൻ വേണ്ടിയിട്ട് പറഞ്ഞത്. ഗിയാസുദ്ദീൻ തുഗ്ലക്കിന്റെ ഈ തുടക്കകാലത്തെ സ്റ്റാർട്ടിംഗ് പീരീഡിലെ ആ ഒരു റൂളും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് കൂടുതലും ഉള്ളത്. തുഗ്ലക്ക് നാമയ്ക്കകത്ത് കൂടുതലും ഉള്ളത്. ഓക്കെ, അതുകൊണ്ടാണ്. ഇയാള് ഒരു കാര്യം ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇയാളുടെ കോർട്ടില് കൊട്ടാരത്തിലെ മ്യൂസിക്കും ഡാൻസും ബാൻ ചെയ്തു. ഹി ബാൻഡ് മ്യൂസിക് ആൻഡ് ഡാൻസ് ഇൻ ഹിസ് കോർട്ട്. ഇതും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കണം. ഇത്രയാണ് ഗിയാസുദ്ദീൻ തുഗ്ലക്കിനെ കുറിച്ച് പറയാനുള്ളത്. കൊട്ടാരത്തിൽ സംഗീതവും നൃത്തവും നിരോധിച്ച ഭരണാധികാരിയാണ് ആര്? ഗിയാസുദ്ദീൻ തുഗ്ലക്ക്. ഗിയാസുദ്ദീൻ തുഗ്ലക്കിന്റെ യഥാർത്ഥ പേരാണ് ഗാസി മാലിക്. തുഗ്ലക്കാബാദ് സിറ്റിയും തുഗ്ലക്കാബാദ് ഫോർട്ടും കൺസ്ട്രക്ട് ചെയ്തത് ഗിയാസുദ്ദീൻ തുഗ്ലക്കാണ്. തുഗ്ലക്കാബാദ് ഫോർട്ട്, ഡൽഹിയിലെ തുഗ്ലക്കാബാദ് ഫോർട്ടിലാണ് ഇയാളുടെ ടോംബ്, ശവകുടീരം സ്ഥിതി ചെയ്യുന്നത്. തുഗ്ലക് നാമയില് അത് എഴുതിയതാരാണ്? അമീർ ഖുസ്രു ആണ് അല്ലെ. അതില് പറയുന്നത് ഈ ഗിയാസുദ്ദീൻ തുഗ്ലക്കിന്റെ റൂളിനെ കുറിച്ചാണ്. ഓക്കെ, ആ ഒരു ടൈം പീരീഡ് ആണ് ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഗിയാസുദ്ദീൻ തുഗ്ലക്കാണ് ഖുസ്രു ഖാനെ കൊന്നുകളഞ്ഞത്. എന്നിട്ട് ഇവിടെ തുഗ്ലക് ഡൈനാസ്റ്റി സ്റ്റാർട്ട് ചെയ്യുന്നത്, ഫൗണ്ട് ചെയ്യുന്നതും ഫസ്റ്റ് കിങ്ങും. ഓക്കെ, ഇയാളെക്കാട്ടി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആളാണ് അടുത്ത് വരുന്നത്. അയാളുടെ പേരാണ് മുഹമ്മദ് ബിൻ തുഗ്ലക്ക്. മുഹമ്മദ് ബിൻ തുഗ്ലക്ക്. മുഹമ്മദ് ബിൻ തുഗ്ലക്ക്. ഓക്കെ, നോക്കിക്കോളേ. മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ യഥാർത്ഥ പേരാണ്, ഒറിജിനൽ നെയിമാണ് ജൂന ഖാൻ. ഈ ഒറിജിനൽ നെയിം വരുന്നത് പഠിച്ചോളണം, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, കാരണം അങ്ങനെ ചോദിക്കാൻ ഏറ്റവും കൂടുതൽ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ ചോദിക്കാൻ ഒരാൾക്ക് ക്വസ്റ്റ്യൻ എഴുതുന്ന ഒരാൾക്ക് ചോദിക്കാൻ കൂടുതൽ ഇഷ്ടം തോന്നുന്ന ക്വസ്റ്റ്യൻസിൽ, അങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസിൽ വരുന്നതാണ് ഒറിജിനൽ നെയിം അങ്ങനെയൊക്കെ ഉള്ളത്. ഓക്കെ, അതുകൊണ്ടാണ്. അതുപോലെ അയാളുടെ കോർട്ടിലുള്ള ആൾക്കാര്, അങ്ങനെയൊക്കെ ഉള്ളത്, ഫേമസ് ആയിട്ടുള്ള ആൾക്കാര്, അതുകൊണ്ടാണ് ഈ ഒറിജിനൽ നെയിംസ് പഠിക്കണമെന്ന് പറയുന്നത്. അപ്പോ മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ റിയൽ നെയിമാണ് എന്ത്? ജൂന ഖാൻ. അറിഞ്ഞിരിക്കണം. ഓക്കെ, മുഹമ്മദ് ബിൻ തുഗ്ലക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ബുദ്ധിമാനായ വിഡ്ഢി എന്നൊക്കെ അറിയപ്പെടുന്ന ആളാണ് ഈ മുഹമ്മദ് ബിൻ തുഗ്ലക്ക് അല്ലെ. അതിന് കാരണം എന്താണ്? കാരണം എന്ന് വെച്ചാല് ഇയാൾ കുറെ കാര്യങ്ങൾ ചെയ്തതെല്ലാം അബദ്ധമായി മാറി. നിങ്ങൾ കേട്ടിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇയാള് എന്താ പറയാ, ഇന്ത്യയിൽ ആദ്യമായിട്ട് ടോക്കൺ കറൻസി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഇയാളാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ടോക്കൺ കറൻസി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഇയാളാണ്. ഹി ഇൻട്രൊഡ്യൂസ്ഡ് ടോക്കൺ കറൻസി. ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ഇന്ത്യ. അതുപോലെ തന്നെ ഇയാള് ചെയ്തൊരു കാര്യമാണ് ഈ എന്താ പറയാ, ഗോൾഡ് കോയിൻസും കോപ്പർ കോയിൻസും ഒരേ വാല്യൂ ഉള്ള, രണ്ടിനും ഒരേ വില. ഇപ്പൊ നമ്മുടെ ലാംഗ്വേജ് പറയുവാണെങ്കിൽ 5 രൂപയുടെ കോപ്പർ കോയിനും 5 രൂപയുടെ ഗോൾഡ് കോയിനും രണ്ടിനും 5 രൂപയാ. കോപ്പറിലെ കോയിൻ ആണെങ്കിലും ഗോൾഡിലെ കോയിൻ ആണെങ്കിലും 5 രൂപയാ എന്നുള്ള അവസ്ഥയാണെങ്കിൽ എല്ലാരും ഗോൾഡ് കോയിൻ വാങ്ങിച്ച് ഗോൾഡ് കോയിൻ സേവ് ചെയ്യില്ലേ? അതാണ്. അപ്പൊ ഹി ഇൻട്രൊഡ്യൂസ്ഡ് ഗോൾഡ് കോയിൻ വിത്ത് കോപ്പർ കോയിൻ, അല്ലെങ്കിൽ ഹി മിക്സ്ഡ് ഗോൾഡ് കോയിൻ. ഹി ഇൻട്രൊഡ്യൂസ്ഡ് ബോത്ത് ഗോൾഡ് കോയിൻ ആൻഡ് കോപ്പർ കോയിൻ അറ്റ് എ സെയിം ടൈം വിത്ത് സെയിം വാല്യൂ. ഓക്കെ,
And don't worry, I will provide you the material. Come as who has won 19 till you perform a punches tournament. സെയിം വാല്യൂ. ഓക്കെ, അപ്പൊ എന്താ സംഭവിക്കുന്നത് നിങ്ങൾക്ക് അറിയാലോ. Tournament. നോക്കിക്കൊള്ളേ, ഇയാള് ഇൻട്രൊഡ്യൂസ് ചെയ്ത രണ്ട് കോയിൻസിന്റെ പേര് അറിഞ്ഞിരിക്കണം. ഒന്ന് ദിനാർ, ഒന്ന് അലി. Okay, Deepak was ഇയാൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത കോയിൻസ് ആണ് ഏതൊക്കെ? ദിനാറും അലിയും. ദിനാറും അലി അലിയും രണ്ട് കോയിൻസിന്റെ പേരാണ്. ഇതുപോലെ ഇയാൾക്കൊരു പേടിയായിരുന്നു. അതായത് ഡൽഹിയിൽ ആയിരുന്നപ്പോ ഡൽഹി പെട്ടെന്ന് അറ്റാക്ക് ചെയ്യുമോ എന്ന് ഇയാൾക്ക് പേടി. അങ്ങനെ പേടി കാരണം ഇയാൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഇയാളുടെ ക്യാപിറ്റല് ഡൽഹിയിൽ നിന്നും ദേവഗിരിയിലോട്ട് ചേഞ്ച് ചെയ്തു. ഹി ചേഞ്ച്ഡ് ഹിസ് ക്യാപിറ്റൽ ഫ്രം all the students. Okay, you have 2 days, 3 days, ഡൽഹി ടു 2 days. So ദേവഗിരി. no problem. അതുപോലെ ദേവഗിരിക്ക് പേര് ദൗലത്താബാദ്. Whatever, ഓക്കെ, whatever ദൗലത്താബാദ് എന്ന് പേര് മാറ്റി. what you should watch. ഹി ചേഞ്ച്ഡ് ദ നെയിം ഓഫ് ദേവഗിരി. Okay, നിങ്ങൾ obviously എഴുതിയാൽ മതി. ദേവഗിരി എന്തെന്ന് പേരിട്ടു? now ദൗലത്താബാദ് എന്നാക്കി. ദേവഗിരി let's go to this. ദൗലത്താബാദ്. Okay, this is a new president of India. പക്ഷെ ഉണ്ടല്ലോ, ദേവഗിരിയിൽ എത്തിയപ്പോ ദേവഗിരിയിൽ ചുമ്മാ വന്നു എന്നല്ല, എല്ലാ കാര്യവും ദേവഗിരിയിൽ സെറ്റ് ചെയ്തു. അതാണ് ഇതിലെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. അതായത് ഡൽഹിയിൽ ഉണ്ടായിരുന്ന എല്ലാ ഓഫീസേഴ്സും എല്ലാ കാര്യങ്ങളും ദേവഗിരിയിൽ സെറ്റ് ചെയ്തു, ക്യാപിറ്റലാക്കി മാറ്റി ദേവഗിരിയെ. പിന്നീട് ഇവിടെ ഇരുന്നപ്പോ ഇയാൾക്ക് വീണ്ടും ഇവിടെ നിന്ന് സമാധാനമില്ല. അങ്ങനെ തിരിച്ച് ദേവഗിരി എന്ന് ക്യാപിറ്റൽ എങ്ങോട്ട് മാറ്റി? ഡൽഹിയിലോട്ട് മാറ്റി. അപ്പൊ മണ്ടത്തരം അല്ലേ? വീണ്ടും ഹി ചേഞ്ച് ദ ക്യാപിറ്റൽ ഫ്രം ദേവഗിരി ടു ഡൽഹി. വീണ്ടും ഇത് തിരിച്ചു ചെയ്തു. Option B is Namibia. Okay, ദേവഗിരി ടു is the correct answer. Okay. വീണ്ടും ഡൽഹിയിലോട്ടാക്കി. Leaders, new president. Okay. Okay, let's go on. ഡൽഹി വീണ്ടും ദേവഗിരിയിൽ നിന്നും ഡൽഹിയിലോട്ട് ആക്കി. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാവേ. ഇദ്ദേഹത്തിന്റെ സമയത്ത് ഇന്ത്യ വിസിറ്റ് ചെയ്ത, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ കോർട്ട് വിസിറ്റ് ചെയ്ത, അല്ലെങ്കിൽ ഡൽഹി വിസിറ്റ് ചെയ്ത മൊറോക്കൻ ട്രാവലറാണ് ഇബ്നു ബത്തൂത്ത. ഇബ്നു ബത്തൂത്ത എന്ത് ട്രാവലറാണ്? മൊറോക്കൻ ആണ്. മൊറോക്കൻ ട്രാവലറാണ്. എവിടെ വിസിറ്റ് ചെയ്തു? ഇന്ത്യ വിസിറ്റ് ചെയ്തു, അല്ലെങ്കിൽ ഡൽഹി വിസിറ്റ് ചെയ്തു, അല്ലെങ്കിൽ വിസിറ്റഡ് ദ കോർട്ട് ഓഫ് മുഹമ്മദ് ബിൻ തുഗ്ലക്ക്. മുഹമ്മദ് ബിൻ തുഗ്ലക്ക്. വർഷം നോക്കിക്കൊള്ളേ, 1333 AD. 1333 AD. ഓക്കെ അല്ലേ? വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ഇബ്നു ബത്തൂത്തയുടെ കാര്യം. ഇയാളുടെ വേറൊരു പോയിന്റ് ആണ്, ജാഗിർദാരി സിസ്റ്റം സ്റ്റോപ്പ് ചെയ്തു. ഹി സ്റ്റോപ്ഡ് ജാഗിർദാരി സിസ്റ്റം. He stopped Jagirdari system. Okay. Who inaugurated world's second അപ്പൊ ഞാൻ ഒന്നുകൂടെ പറയാം. മുഹമ്മദ് ബിൻ തുഗ്ലക്ക്. ഇയാളുടെ യഥാർത്ഥ പേരാണ് ജൂന ഖാൻ. who has inaugurated ഇയാളുടെ ക്യാപിറ്റല് ഡൽഹിയിൽ നിന്നും ഇങ്ങോട്ട് മാറ്റി, ദൗലത്താബാദ് അല്ലെങ്കിൽ ദേവഗിരിയിലോട്ട് ചേഞ്ച് ചെയ്തു. തിരിച്ച് ദേവഗിരിയിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റി, ഡൽഹിയിലോട്ട് മാറ്റി. അങ്ങനെ ചെയ്ത റൂളർ ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? മുഹമ്മദ് ബിൻ തുഗ്ലക്കാണ്. ഇയാളുടെ രാജ്യത്തിനെ 23 പ്രൊവിൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. എത്ര പ്രൊവിൻസ്? 23 പ്രൊവിൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. ആ നമ്പർ ഒന്ന് അറിഞ്ഞിരിക്കണേ. world's second largest കൺട്രി എഴുതാൻ കഴിയില്ല. Namibia, National Bureau of Land Genetics. Let's go on to this. Don't worry, I will keep it. Government നേഷൻ ഇപ്പൊ എഴുതുവാണേ. ഇൻറ്റു 23 provinces. innovation.
23 പ്രൊവിൻസസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. അതിൽ 23ാമത്തെ പ്രൊവിൻസ് ആണ് ഏത്? ദേവഗിരി, ദൗലത്താബാദ്, ദേവഗിരി. 23ാമത്തെ പ്രൊവിൻസ് ആണ് ഏത്? ദേവഗിരി. അതൊന്ന് അറിഞ്ഞിരിക്കണം. ദേവഗിരി. ദേവഗിരി. ആ ദേവഗിരിയിലോട്ടാണ് ഞാൻ ആ ക്യാപിറ്റൽ മാറ്റി, അത് അവിടെ പറയാമായിരുന്നു. ഓക്കെ, ദേവഗിരിയിലോട്ടാണ് പിന്നീട് ക്യാപിറ്റല് മാറ്റുന്നത്. ഈ മുഹമ്മദ് ബിൻ തുഗ്ലക് ഇൻട്രൊഡ്യൂസ് ചെയ്ത കോയിൻസ് ആണ് ഏതൊക്കെ? ദിനാറും അലിയും. അതുപോലെ തന്നെ ആദ്യമായിട്ട് ടോക്കൺ കറൻസി ഇൻട്രൊഡ്യൂസ് ചെയ്ത റൂളറാണ് ആര്? ഇന്ത്യയിൽ ടോക്കൺ കറൻസി ഇൻട്രൊഡ്യൂസ് ചെയ്ത ആദ്യത്തെ റൂളറാണ് ആര്? മുഹമ്മദ് ബിൻ തുഗ്ലക്. ഇദ്ദേഹത്തിന്റെ സമയത്ത് ഇദ്ദേഹത്തിന്റെ കോർട്ട് വിസിറ്റ് ചെയ്ത മൊറോക്കൻ ട്രാവലറാണ് ഇബിനു ബത്തൂത്ത. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഗോൾഡ് കോയിൻസും കോപ്പർ കോയിൻസും മിക്സ് ചെയ്തിറക്കി, അല്ലെങ്കിൽ ഗോൾഡ് കോയിൻസിന് പകരം കോപ്പർ കോയിൻസ് ഇറക്കി. സെയിം വാല്യൂവിന് കോപ്പർ കോയിൻസ് ഇറക്കി. അങ്ങനെ അതാണ് വളരെ എന്താ പറയാ. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, എല്ലാം നിങ്ങൾക്ക് ലോജിക്കലി എടുക്കാമല്ലോ എന്താ സംഭവിക്കാന്ന്. എല്ലാരും ഗോൾഡ് കോയിൻസ് കൂടുതൽ സേവ് ചെയ്ത് വെക്കും. ഓക്കെ, ഇതാണ് സംഭവം. ഓക്കെ, ഈ ഇബിനു ബത്തൂത്ത ഈ 1333 AD ഇവിടെ വരുന്നു. ഈ സമയത്തെ ഇവിടുത്തെ കാര്യങ്ങള് ഈ ഇബിനു ബത്തൂത്ത ഒന്ന് മെൻഷൻ ചെയ്യുന്ന ബുക്കുണ്ട് കേട്ടോ. ആ ബുക്കിന്റെ പേരാണ് രഹില. ഇബിനു ബത്തൂത്ത എഴുതിയതാണ് രഹില. അതുപോലെ തന്നെ ഇബ്നു ബത്തൂത്ത എഴുതിയ വേറൊരു ബുക്കുണ്ട്. അതിന്റെ പേരാണ് സഫർനാമ. 2 ബുക്കാണ് ഇബ്നു ബത്തൂത്തയുമായി ബന്ധപ്പെട്ട്. ഏതൊക്കെ? രഹിലയും സഫർനാമയും. ഇത് രണ്ടും എഴുതിയത് ആരാണ്? ഇബ്നു ബത്തൂത്തയാണ്. ഇത് രണ്ടിലും ആരുമായി ബന്ധപ്പെട്ട എഴുതിയിരിക്കുന്നത്? മുഹമ്മദ് ബിൻ തുഗ്ലക്കുമായി ബന്ധപ്പെട്ട. ആ സമയത്ത് ഇയാൾ ചെയ്ത കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാമാണ് ഈ ബുക്സിനകത്ത് എഴുതിയിരിക്കുന്നത്. 1351 AD ഇയാൾ മരിക്കുന്നു. ആര്? മുഹമ്മദ് ബിൻ തുഗ്ലക്ക് മരിക്കുന്നു. ഇനി കൂടുതൽ നമുക്ക് പഠിക്കേണ്ടതില്ല. ഓക്കെ, അങ്ങനെ മുഹമ്മദ് ബിൻ തുഗ്ലക്കിന് ശേഷം അധികാരത്തിൽ വരുന്ന ആളാണ് ഫിറോസ് ഷാ തുഗ്ലക്ക്. ഇയാളും കൂടെ നമുക്ക് പഠിക്കാനുള്ളൂ. ഫിറോസ് ഷാ തുഗ്ലക്ക്. ഇയാളെ കൂടെ പറഞ്ഞിട്ട് നമ്മൾ നിർത്തും. നോക്കിക്കൊള്ളേ, ഫിറോസ് ഷാ തുഗ്ലക്ക്. For a 0 rating expert that will boost our export performance. And what is many students have നോക്കിക്കൊള്ളേ, answer. ഇയാളുടെ സമയത്ത് കൺസ്ട്രക്ട് ചെയ്ത ഒരു കനാലാണ് യമുന കനാൽ. ഫിറോസ് ഷാ തുഗ്ലക്കിന്റെ സമയത്ത് കൺസ്ട്രക്ട് ചെയ്ത കനാലാണ് യമുന കനാൽ. നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുവാണേ. നിങ്ങൾ വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഇയാള് കൊണ്ടുവന്നിട്ടുണ്ട്. വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, കനാല് വഴി കൃഷിഭൂമിയിലേക്ക് വെള്ളം എത്തിക്കുക, അതാണ് ലക്ഷ്യം. വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. അതായത് എന്താ സംഭവം? ഇയാള് ഇതിനെ എന്താ പറയാ, ഫാമിങ്ങിനെ, അഗ്രികൾച്ചറിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വന്ന, അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്തിരുന്ന ഒരു ഡൽഹി റൂളറാണ് ആര്? ഫിറോസ് ഷാ തുഗ്ലക്ക്. ജസ്റ്റ് പറഞ്ഞതാണ്. അപ്പൊ നോക്കിക്കളെ, അങ്ങനെ കണക്ട് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു തുഗ്ലക്ക് ഡൈനാസ്റ്റിയിലെ ഒരാളുടെ പേര് ചോദിക്കുകയാണെങ്കിൽ അതിന്റെ ആൻസർ ആരായിരിക്കും? ഫിറോസ് ഷാ തുഗ്ലക്ക് ആയിരിക്കും. ഇയാള് ജാഗിർദാരി സിസ്റ്റം റീഇൻട്രൊഡ്യൂസ് ചെയ്തു. നേരത്തെ നമ്മൾ ജാഗിർദാരി സിസ്റ്റം സ്റ്റോപ്പ് ചെയ്യുമെന്ന് പറഞ്ഞില്ലേ, അത് വീണ്ടും റീഇൻട്രൊഡ്യൂസ് ചെയ്തു. ഹി റീഇൻട്രൊഡ്യൂസ്ഡ്
And I will move very fast. Okay, I will move very fast. Yeah. So ഇൻട്രൊഡ്യൂസ്ഡ് ജാഗിർദാരി സിസ്റ്റം. ജാഗിർദാരി സിസ്റ്റം എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, നോക്കിയോ. അതായത് ഇപ്പോ ജോലി ചെയ്യുന്നതിന് പകരമായിട്ട്, ഒഫീഷ്യൽസിന് ജോലി ചെയ്യുന്നതിന് പകരമായിട്ട് ലാൻഡ് എഴുതി കൊടുക്കും. അതാണ് ജാഗിർദാരി സിസ്റ്റം. I know my അത് വീണ്ടും റീഇൻട്രൊഡ്യൂസ് ചെയ്ത ആളാണ് ആര്? ഫിറോസ് ഷാ തുഗ്ലക്. ഫിറോസ് ഷാ തുഗ്ലക്. നോക്കിക്കൊള്ളേ, please help from which ഫിറോസ് ഷാ തുഗ്ലക്. take it. ഈ ഇയാളുടെ സമയത്ത് ആ, കുറച്ച് കൺസ്ട്രക്ഷൻസ് ഉണ്ട്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാം, പക്ഷെ പഠിക്കാൻ എളുപ്പമാണ്. ഫിറോസാബാദ്, ഫിറോസ് ഷാ കോട്ട്ല, Well, ഫത്തേബാദ്, ജോൺപൂർ സിറ്റി. 4 ഫിറോസാബാദ്, well done. ഫിറോസ് ഷാ കോട്ട്ല, ഫിറോസ് ഷാ കോട്ട്ല, ഫത്തേബാദ്, അതുപോലെ ജോൺപൂർ സിറ്റി. And don't ഇതെല്ലാം കൺസ്ട്രക്ട് ചെയ്തത് ഇയാളാണ്, ജോൺപൂർ സിറ്റി. be afraid of this in this. ജോൺപൂർ സിറ്റി ഇതെല്ലാം കൺസ്ട്രക്ട് ചെയ്ത ആരാണ്? ഫിറോസ് ഷാ തുഗ്ലക് ആണ്. ഫിറോസ് ഷാ തുഗ്ലക് ആണ്. ഓക്കെ You just need to answer. ഓക്കെ Yeah. നോക്കിക്കൊള്ളേ, ഇയാളുടെ സമയത്ത് You don't need to write. You just ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, കുത്തബ് മിനാർ കൺസ്ട്രക്ഷൻ ആരംഭിച്ചത് കുത്തബുദ്ദീൻ ഐബക്ക്, കംപ്ലീറ്റ് ചെയ്തത് ഇൽത്തുമിഷ്. അങ്ങനെ കംപ്ലീറ്റ് ചെയ്ത ഈ കെട്ടിടത്തിന്റെ ഏറ്റവും മുകളിലത്തെ നിലയില്, ഇടിമിന്നലേറ്റിട്ടാണെന്ന് തോന്നുന്നു, അത് കൊളാപ്സ് ആയി. ഓക്കെ, ഡാമേജ് ആയി. അത് റീകൺസ്ട്രക്ട് ചെയ്ത, അതായത് കുത്തബ് മിനാറിന്റെ 4th ഫ്ലോർ റീകൺസ്ട്രക്ട് ചെയ്തത് ആരാണെന്ന് ചോദിച്ചാൽ ഫിറോസ് ഷാ തുഗ്ലക് ചോദിച്ചിട്ടുണ്ട്. ഹി റീകൺസ്ട്രക്റ്റഡ് ദ 4th ഫ്ലോർ according to the Indian Ministry of State ഓഫ് Development. കുത്തബ് മിനാർ. But നോക്കണേ, അത് ഇമ്പോർട്ടന്റ് ആണ്, ചോദിച്ചിട്ടുണ്ട്. അപ്പൊ കുത്തബ് മിനാറുമായി ബന്ധപ്പെട്ട 4ാമത്തെ ആളാണ്. ആദ്യം ഇത് ആർക്ക് വേണ്ടിയിട്ടാണ്? ഖോജ the program is Bharat. ബക്തിയാർ കാക്കി അല്ലെ, ബക്തിയാർ കാക്കി, അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായിട്ടാണ്. ആരാണ്? കുത്തബുദ്ദീൻ ഐബക്കാണ് കൺസ്ട്രക്ഷൻ ആരംഭിച്ചത്. ഇൽത്തുമിഷ് കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്തു. പിന്നീട് ഇതില് ഡാമേജ് വന്നപ്പോ അതിന്റെ 4th ഫ്ലോർ വീണ്ടും കൺസ്ട്രക്ട് ചെയ്ത ആളാരാണ്? ഫിറോസ് ഷാ തുഗ്ലക് ആണ്. ഈ ഡൈനാസ്റ്റിയിലെ അവസാനത്തെ ഇമ്പോർട്ടന്റ് റൂളറാണ് ഈ ഫിറോസ് ഷാ തുഗ്ലക്. ഇതിന് ശേഷം ഉള്ളതൊന്നും പഠിക്കണ്ട. ആര്? ഫിറോസ് ഷാ തുഗ്ലക്. നോക്കിക്കൊള്ളേ, ഇയാളുടെ സമയത്ത് എന്താ പറയാ, ഈ ഫിറോസ് ഷാ തുഗ്ലക്കിന്റെ സമയത്ത് വീണ്ടും, അല്ലെങ്കിൽ വേണ്ട, ഈ ഫിറോസ് ഷാ തുഗ്ലക്കിന്റെ സമയത്ത് ഒരു ടാക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് ജസിയ. അതൊരു റിലീജിയസ് ടാക്സ് ആണ്. ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആൾ ആരാന്ന് ചോദിച്ചാൽ ആരാണ്? ഫിറോസ് ഷാ തുഗ്ലക്. പിന്നീട് അത് നിർത്തലാക്കുന്ന ആളെ നമ്മൾ പിന്നീട് പഠിക്കും മുകളില്. അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആൾ ആരാണ്? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ആരാണ്? ഫിറോസ് ഷാ തുഗ്ലക്. ഈ തുഗ്ലക് ഡൈനാസ്റ്റിയിലെ അവസാനത്തെ റൂളറാണ് മുഹമ്മദ് ഷാ. ഇത്രയാണ് തുഗ്ലക് ഡൈനാസ്റ്റിയിൽ പറയാനുള്ളത്. സർ ഉം. സർ, ജാഗിർദാരി സിസ്റ്റം ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരായിരുന്നു ശരിക്കും? ജാഗിർദാരി സിസ്റ്റം മുമ്പേ ഉണ്ടായിരുന്നതായിരുന്നു. പണ്ട് ഓക്കെ. എന്ന് വെച്ചാൽ ഇവിടെ ആ സിസ്റ്റമേ ഉണ്ടായിരുന്നതാണ്. മുമ്പേ ആർമി നിലനിൽക്കാൻ നേരത്തെ തന്നെ ആർമിക്ക് മെയിൻലി ആർക്കാണ്? ആർമിക്കാണ് കൊടുക്കുന്നത്. ഭൂമി പതിച്ചു കൊടുക്കും. ആ ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. ഓക്കെ, അതെ. ഓക്കെ. ഇത്രയാണ് അതിൽ പറയാനുള്ളത്. ഓക്കെ, അപ്പം
അടുത്തിനി 2 ഡൈനാസ്റ്റിയാണ്. അത് അടുത്ത ദിവസമേ പറയുന്നുള്ളൂ, ഇന്നിനി വേണ്ട. അത് വളരെ ചെറുതുമാണ്, പെട്ടെന്ന് തീരുകയും ചെയ്യും. നിങ്ങൾ ബുക്സ് വായിക്കണം, അതാണ് ഇതിൽ പറയാനുള്ളത്. ഓക്കെ.